എന്നാലും പൈസ മുടക്കുന്നവൻ്റെ അത് പ്രൊട്ടക്ട് ചെയ്യണമെന്ന് സംവിധായകനൊരു നിശ്ചയദാർഢ്യമുണ്ട്. വിജയബാബുവിന് ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ പോലും സ്വാഭാവികമായിട്ട് പൈസ തിരിച്ചു പിടിക്കാൻ വേണ്ടി ചില മാർഗങ്ങളുണ്ട്. ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർ പ്രസൻസ് ആണ്. അത് ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട്. പിന്നെ ഉള്ളത് സാറ്റലൈറ്റ് ഈ പറഞ്ഞ പോലെ വിജയബാബുവിന് അതിൻ്റെ മർമ്മം അറിയാവുന്ന ആളാണ്. അതും ഈ സ്റ്റാർ പ്രസൻസുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ഡയറക്ടർ എടുത്ത് ഒരു വലിയൊരു റിസ്ക് അല്ലേ അത്. ഇപ്പോൾ അങ്കമാലി ഡയറീസിനെ സംബന്ധിച്ച് ഇതൊരു കാൻഡിഡ് ആയിട്ടുള്ള വളരെ ചെറിയ ഒരു രീതിയിൽ നമ്മൾ കൺസീവ് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് പുറത്തിറക്കിയിട്ടുള്ള ഒരു പ്രൊജക്ട് തന്നെയാണ്. ഒരു ചെറിയ പ്രൊജക്റ്റ് ആയിട്ടാണ് കൺസീവ് ചെയ്തത്. അങ്ങനെ തന്നെയാണ് ഇനീഷ്യലി ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണം അതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. അതിന് പൈസ മുടക്കില്ല എന്നുള്ളതല്ല എന്നർത്ഥം. ഞാൻ അതിന്റെ കണക്കൊന്നും പുറത്ത് പറയാൻ ഇല്ല. അത് ചോദിച്ചാൽ ഞങ്ങൾ പറയുന്നില്ലല്ലോ. ചില കണക്കൊക്കെ ഞാൻ കണക്കൂട്ടി വെച്ചിട്ടുണ്ട്. വേറൊരു വലിയ ക്യാൻവാസിലുള്ള ഒരു സിനിമയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളൊരു സ്റ്റാറിന്റെ പ്രസൻസ് നമുക്ക് ആവശ്യം വരും. അപ്പോൾ കാരണം അതിന്റെ ബിസിനസ് സൈഡ് നമുക്ക് കീപ്പ് ചെയ്യാനും അത് ബാലൻസ് ചെയ്യാനും വേണ്ടിയിട്ട് ഡെഫിനറ്റ്ലി സ്റ്റാർസിന്റെ ഇൻവോൾവ്മെന്റ് അതിനകത്ത് ആവശ്യമായിട്ട് വരും. പക്ഷേ ഇത്തരത്തിലുള്ളൊരു സിനിമ നമ്മുടെ നാട്ടിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സിനിമ, നമ്മുടെ പരിചയങ്ങൾ, നമ്മുടെ പരിചയമുള്ള സ്ഥലങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്ന ലൊക്കേഷൻസ് ആയിട്ട് പരിചയമുള്ള ആളുകൾ അതിൽ അഭിനയിക്കുന്നു. നമ്മൾ മാക്സിമം ഒരു ഫിലിം പ്രൊഡക്ഷൻ എന്നുള്ള നിലയിൽ ഞങ്ങൾ കട്ട് ചെയ്യാവുന്നതെല്ലാം കട്ട് ചെയ്യുന്നു. അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ പ്ലസ് ഞങ്ങൾ ആസ് ടെക്നീഷ്യൻസും ഇതിൻ്റെ പാർട്ടാവും.